ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് താമര കൃഷിയാണ്. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ഒരു പോട്ട് വാങ്ങിച്ചിട്ട് അതിൽ ചെറിയൊരു കൃഷിയാണ് തുടങ്ങിയത്. ഒരു ഇതിൽ നിന്ന് ചെറിയ ചെറിയ ട്യൂബറുകൾ എടുത്ത് ഞാൻ ഓരോരോ ചെറിയ പോട്ടുകളിലാക്കി അങ്ങനെ ഇപ്പം വളർന്നതായതാണ്. ആദ്യമൊക്കെ നല്ല നല്ല വലിയ പൂക്കളായിരുന്നു. ഇപ്പം വളമൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. എന്നാലും പൂക്കളൊക്കെ കണ്ടപ്പം നിങ്ങൾ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ കുറേ വെച്ചിട്ടുണ്ട്. വേറെ ഒരു ടൈപ്പ് താമരയാണ് ഇത്. ഞാനൊരു വലിയ ടാങ്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് അതിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതും കുറേ നാളത്തെ ഉണ്ടാവണതാണ്. ഒരു സീസണിൽ ഉണ്ടാവണത്. എപ്പോഴും മറ്റ് താമരകളെ പോലെ എപ്പോഴും ഉണ്ടാവത്തില്ല. മഴ കൊണ്ട് ഇതെല്ലാം മഴ പെയ്ത് തല്ലി എല്ലാം താഴെ വീണു. അതൊക്കെ ചതഞ്ഞ് മഴയുടെ ഇതുകൊണ്ടായിരിക്കും. ആദ്യമൊക്കെ ഉണ്ടാവുന്നത് ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു. പൂക്കളൊക്കെ വെച്ച് അമ്പലത്തിൽ കൊണ്ട് ചില നാളെയും കൊണ്ടുപോകാന്നൊക്കെ പറയും. അങ്ങനെ കൊണ്ട് കൊടുക്കും. പിന്നെ ആദ്യം ഞങ്ങളിതുപോലെ ചെറിയ പോട്ടിലേക്ക് വിൽക്കുമായിരുന്നു. ആളുകളൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതൊന്നല്ല, ജോലിയുള്ളത് കൊണ്ട് അങ്ങ് ശരിക്കും നോക്കാൻ പറ്റില്ല. ഇനി അത് ഒന്നും കൂടെ റെഡിയാക്കണം എന്നാണ് ആഗ്രഹം. ഈ താമരയുടെ പേരെന്താണെന്ന് എനിക്കിതുവരെ അറിയില്ല. അത് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് പേരെന്നുള്ളത്. അതേപോലെ തന്നെ ഈ താമരകളുടെ പേരറിയില്ല. ഇത് കുറേ ഇതുകളുണ്ടല്ലോ. ഇത് അടുക്കടുക്കുള്ള ഇതുകളുള്ളതാണ്. ഇതിൻ്റെയും പറയണം കമൻറ്റ് ബോക്സ് ഇടണം കേട്ടോ. ആമ്പൽ കൃഷിയുണ്ട് കേട്ടോ എനിക്ക്. ഇതിൽ ഒരു സൈസ് വയലറ്റ് കളറിലെ ആമ്പലാണിത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ പൂവൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത. എന്നാലും നിങ്ങളെ ഞാൻ പൊളിച്ച് കാണിക്കുന്നതാണ്. വൈറ്റും ഉണ്ട് ഇതിൻ്റെ. വൈറ്റ് പക്ഷെ അതിലും ഇതിൽ ഫുൾ ടൈം ഉണ്ടായിക്കൊണ്ടിരുന്നതായിരുന്നു പൂക്കളൊക്കെ. ഇതിലും മൊട്ടുണ്ടായി വരുന്നതുണ്ട്. ചെറിയ ചെറിയ മൊട്ടുകളുണ്ടായി വരുന്നുണ്ട്. ഇത് വൈറ്റ് കളറാണ്. യെല്ലോ കളറിലെ വാട്ടർ ലില്ലി ഉണ്ട്. അതിൽ എപ്പോഴും പൂക്കൾ വരുന്നതാണ്. ഇപ്പം മഴയായതുകൊണ്ട് അതിലൊന്നും ഉണ്ടായിട്ടില്ല. മൊത്തം പായലായിപ്പോയി. അതുണ്ടാവും, അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വളമൊക്കെ കുറവായതുകൊണ്ട് മാത്രമാണ് അതിൽ ഇലകളെല്ലാം ചെറുതായിട്ട് ഒന്നും ഉണ്ടാവാത്തത്. ഞാനൊക്കെ ഒന്ന് റെഡിയാക്കണം. എന്താ അമ്മ ചെയ്യുന്നത്? ഇതിൻ്റെ ടാങ്കിൽ നിറയെ ഇലകളൊക്കെ തന്നെ കിടന്ന് ചീഞ്ഞ് വെള്ളമെല്ലാം ചീത്തയായി. അത് കുറച്ച് വൃത്തിയാക്കി വെച്ചാൽ അതിന് ഫ്രഷ് വെള്ളം കിട്ടത്തില്ല. പിന്നെ പൂക്കളും ഉണ്ടാവും ഉള്ളിലേക്ക്. സൂര്യൻ്റെ വെട്ടമൊക്കെ ഇറങ്ങി അതിന് കുറച്ച് ഇത് കിട്ടും. പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് കുറേ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇലകൾ തിങ്ങി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ സ്പേസ് ഉണ്ടാകത്തില്ല താമരയ്ക്ക് വളരാൻ. ബ്രൂണോ മൂന്നാമത്തെ ട്രിപ്പ് ഉണ്ടായതാണ് കേട്ടോ. ഇത് 4-5 ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. പോയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ 3 ട്രിപ്പ് ഉണ്ടാവുമെന്ന് തന്നെ. ആദ്യമായിട്ടാണ് ഇത് അറിഞ്ഞത്. ഫസ്റ്റ് ഉണ്ടായപ്പോൾ ഞങ്ങൾ അത് വിചാരിച്ച് അതുകൊണ്ട് തീർന്നു. ഇപ്പോൾ രണ്ടാമതും ഉണ്ടായി, ഇത് 3ാമത്തെ പ്രാവശ്യം ഉണ്ടായി. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞു. എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. അതുണ്ടായി വരുന്നുണ്ട്. കുറച്ച് പൂക്കളൊക്കെ മഴ പെയ്ത് തല്ലിപ്പോയി, താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്നാലും 4-5 ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്.